Welcome to Amrthweni Life with Superstar Senior, powered by Malabar Gold and Diamonds, UGS Gold Loan and Eastern. Boys, ready? 1, 2, 3, 4. Shanika! Shanika! Shanika, നമ്മൾ അങ്ങനെയാ തുടങ്ങിയ വൃത്തിക്ക് നിർത്തുള്ളൂ. ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഓക്കെ, പറഞ്ഞു തീർക്ക്. Welcome to Amrthweni Life with Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. ചേച്ചി ചേച്ചി തുടങ്ങി ഒന്ന് നിർത്തി വന്നപ്പോ നിങ്ങൾ അലമ്പ് തുടങ്ങിയാ. ഞങ്ങള് സൂപ്പർ ഗേൾസിന്റെ വിജയം ആഘോഷിക്കുകയാണ്. പറ നിങ്ങൾ എങ്ങനെ ചിരിക്കണേ? ഞങ്ങള് അത് കേട്ട പിന്നെ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യും? ഇത് ഭയങ്കര അലമ്പാട്ടോ. അല്ല, ഞങ്ങൾക്ക് അത് കേട്ടിട്ട് ചിരിയാവും. അതെ, ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമുണ്ട് നമുക്ക്. ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ. പറയൂ. ഇന്ന് മേഡം 1 ഏപ്രിൽ 14. ഇതുപോലെ ഒരു ഏപ്രിൽ 14 നമ്മുടെ അമൃത TV നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഫസ്റ്റ് റിയാലിറ്റി ഷോ കൊണ്ടുവന്നത് പോലും നമ്മുടെ അമൃത TV ആയിരുന്നു. അതിനുശേഷം ഒരുപാട് റിയാലിറ്റി ഷോസ് നിങ്ങളെല്ലാവരും എന്റർടൈൻ ചെയ്യാനും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ നമ്മുടെ അമൃത TVക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ആ ഒരു 21 ഇയേഴ്സ്, ഇപ്പൊ എനിക്ക് 21 വർഷമായി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു 21 വർഷം നമ്മൾ സൂപ്പർ സ്റ്റാറിൽ ഇതാ ആഘോഷിക്കാൻ പോവാണ്. എനിക്ക് ആങ്കർ ചെയ്യണ തൊണ്ട പൊട്ടുന്നു. ആഘോഷിക്കണ്ടേ? ആഘോഷം ഒരു മയൊക്കെ ഇല്ല. ഇതെന്താ ഒരു സെലിബ്രേഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാരും ഒന്നിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യണത്. നിങ്ങൾ ഇപ്പോഴും ഭയങ്കര കോമ്പറ്റീഷൻ മൈൻഡിലാണ് നിൽക്കുന്നത്. എനിക്ക് ഇത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടുത്തെ കാർന്നോമാരെ വിളിച്ചു വരുത്താൻ പോവാ. Oh no. Oh no. Those two people. Oh no. MD sir, ശരത് sir. ദീപ്തമീ പ്രകാശഗോപുരം ഉദിക്കുന്നു വാണി. അല്ല, ഇതെന്താ ഇത്? സാർ ഞാൻ പറയട്ടെ, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. അല്ല, അത് മനസ്സിലായി. ഭയങ്കര അലമ്പ് സാർ. സാർ എന്നെ ഇൻട്രോ പറയാൻ സമ്മതിക്കുന്നില്ല. സാർ ഞാൻ പറയട്ടെ, ഇൻട്രോ പറയാൻ സമ്മതിക്കുന്നില്ല. ഷോ മര്യാദക്ക് തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. മൊത്തം പ്രശ്നം, ഭയങ്കര അലമ്പ്. എന്താ പ്രശ്നം? സാർ, നമ്മളിപ്പോ സൂപ്പർ സ്റ്റാർ സീനിയർ തുടങ്ങി. അപ്പൊ എന്തായാലും നമ്മള് സെമി ഫൈനലിലോട്ടൊക്കെ വരാൻ പോവാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒന്ന് ഷോയുടെ ഫോർമാറ്റ് കുറച്ചൊന്ന് മാറ്റി പിടിക്കാം, കുറച്ചും കൂടെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് കൊണ്ടുവരാന്ന് മാത്രമേ നമ്മൾ വിചാരിച്ചുള്ളൂ. ഇവരിങ്ങനെ ഒരു ടീം ക്രിയേറ്റ് ചെയ്തു, ഇവരിങ്ങനെ സ്പ്ലിറ്റ് ആയതൊന്നും നമ്മൾ അറിഞ്ഞില്ല. അടിച്ചു പിരിഞ്ഞ ഞാൻ ഇവിടെ തിരിഞ്ഞിരിക്കുവല്ലേ. ഞാനൊരു കാര്യം പറയാം. കാര്യം ഇതൊരു സംഗീത റിയാലിറ്റി ഷോ ആണ്. അതില് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള മത്സരം, അതാണ് എനിക്ക് മനസ്സിലായത്. സംഗീതമാണ് ഇവിടെ പ്രധാനം. ഇവിടെ മറ്റേ സൂപ്പർ ബോയ്സ് സൂപ്പർ ഗേൾസ് ഒക്കെ പറഞ്ഞ ഫൈറ്റ് തുടങ്ങി. ഇവര് സ്പ്ലിറ്റ് ആയി. ഇവര് തന്നെ നിങ്ങളും കൂടെ വന്നിട്ട് തീരുമാനം എടുക്കാന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഇവരാരോട് ചോദിച്ചു ടീമായി. ഒരു ടീം വെക്കുന്നത് നല്ലതാണ്. ഒരു സ്പിരിറ്റ് ഉണ്ടാവും, ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവും. പിന്നെ അവർക്കൊരു നന്നായിട്ട് പഠിപ്പിക്കാനും കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരു ഗ്രൂമർ, അതിന്റെ ഒരു സ്ഥാനം കൊടുക്കാം. പിന്നെ കുറച്ചുകൂടെ അഫെക്ഷൻ കിട്ടും. പിന്നെ കാണുന്നവർക്ക് ഒന്നുകൂടെ ഒരു ജാഗ പോകാം, അല്ലേ? ഒരു സ്പിരിറ്റ് ഉണ്ടാവും. അപ്പൊ ന്യായമായിട്ട് ചെയ്യാൻ എന്താണ് സാർ ഒരു വഴി? നമുക്ക് ലോട്ടിട്ടെടുക്കാം. അത് തന്നെയല്ലേ പറ്റുള്ളൂ. അപ്പൊ ആരും കള്ളത്തരം കാണിച്ചിട്ടില്ല, പാർഷ്യാലിറ്റി ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ MG സർ, ശരത് സർ, 16 കണ്ടസ്റ്റന്റ്സിന്റെ പേര് ഈ ലോട്ടിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് സെലക്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങോട്ട്. അപ്പൊ എന്തായാലും സാർ ഈ സൈഡിലാണല്ലോ നിൽക്കുന്നത്. സാർ മഞ്ചേരി ചേച്ചിയുടെ ടീമിനെ സെലക്ട് ചെയ്യും. ഐശ്വര്യമായിട്ട് ഇതൊരു സക്സസ്ഫുൾ വെഞ്ചർ ആയിട്ട് മാറട്ടെ. അണ്ണന്റെ തൃക്കൈ കൊണ്ടെടുത്തിരിക്കും. സ്റ്റാർട്ടിംഗ് വിത്ത് A. അർച്ചന. അശ്വിൻ. അശ്വിനെ ആ ഡ്രമ്മായിട്ട് അപ്പുറത്തേക്ക് പോകും. നിന്റെ ആ സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് പോവാ. ഓക്കെ, അപ്പൊ അശ്വിൻ മഞ്ചേരി ചേച്ചിയുടെ ടീമിൽ വന്നിരിക്കുകയാണ്. സർ,
ഷാനിക്കയുടെ ടീമിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ്. എടുക്കുവിൻ. ആ കാല് താഴെ വെച്ച്. ഇത് ഞങ്ങളുടെ ഏരിയ. അശ്വതി. അപ്പൊ അശ്വതി അച്ചു ഷാനിക്കയുടെ ടീമിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു തീരുമാനമായി. മോളെ നന്നായിട്ട് കരയണേ. കരഞ്ഞിവനെ തവിട് പൊടിയാക്കണം നീ കേട്ടാ. എന്റെ പൊന്നുമോൾ അവിടെ പോയി നിന്നേ. So, next. തൊട്ടടുത്ത് വെച്ചാ നോക്കി. വീണ്ടും എ. ഏ ഇത്രയധികം ഏയോ? എൻ. എൻ. അനഘ. യെസ്. ഷാനിക്കയുടെ ടീമിലെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ്. നീ ഇടയ്ക്കിടയ്ക്ക് കാല് കൊണ്ട് ഇവിടെ വെക്കുക. കാലെടുത്ത് മാറ്റരുത്. രാജാവോ? ഒരു ചവിട്ട്. ഒരു രസം. ഷാനെ. എന്തോ? യെസ്. യെസ്. ഓക്കെ. യെസ് യെസ് പറയൂ. ഓ എസ്. ബാക്കി പോട്ടെ. ശ്രേയ. ചേച്ചി തേർഡ് കണ്ടസ്റ്റന്റ്. യെസ്. ശിവാനന്ദയാണോ? യെസ്. ഇനി ഷാനിക്കയുടെ തേർഡ് കണ്ടസ്റ്റന്റ്. നിങ്ങളുടെ ടീം ലീഡർ എന്താ ഇങ്ങനെ ഭയങ്കര അലമ്പ് കേട്ടാ. നോക്കൂ, ടീം ഉണ്ടാവട്ടെ. ഷാനെ. ഓ ഇനി പെട്ടെന്ന് പറയും. ആണോ? നീ വളർത്തി വിട്ട ഒരാളാ. ഞാൻ വളർത്തി വിട്ടാണ്. ഇടയ്ക്ക് നിങ്ങൾ ഇത്തിരി വളർത്തിയാക്കും. ഓംലെറ്റ് അല്ല. ഓ അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തായാലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടൊന്നും വരില്ല. ഫോർത്ത് ചേച്ചിയുടെ ടീമിലേക്ക് വരുന്ന ആ നാലാമത്തെ കണ്ടസ്റ്റന്റ് ആരാണത്? Start with T. നമ്മള് കോമഡി ആവരുതെന്ന് ഞാൻ പറഞ്ഞു. ബി സീരിയസ്. ഓക്കെ. Yes. അടുത്ത്. എടാ ഷാനെ, ഒരു ദാമോദർ ജിക്ക് പകരം വെക്കാൻ പറ്റിയ ഒരു അണ്ടർ വേൾഡ് ഡോൺ വൈകിൽ തുടങ്ങുന്നു. You mean straight from Mumbai? Yes. Welcome to the band. എത്തിപ്പിടി. അയ്യോ ഇത് ഭയങ്കര കോമ്പറ്റീഷൻ, ഭയങ്കര സീനാവട്ടാ. പിന്നെ ഉറപ്പായിട്ട്. ഓക്കെ എം ജി സർ വേഗം ആവട്ടെ. മഞ്ജരി Yes sir. അഞ്ചാമത്തെ. പോയു. Yes sir. മഞ്ജരി അമ്പലത്തിൽ പോകാറുണ്ടോ? നിരന്തരം. നിരന്തരം. പൂജാരിയാ. അല്ല അവിടെ ചെല്ലുമ്പോഴേ ആരുടെങ്കിലും പേരിലൊക്കെ വഴിപാട് കൊടുക്കാറുണ്ടോ? അർച്ചന. യെസ്. Come on everybody. Okay. ഷാനിക അവിടെ ടീം ടൈറ്റ് ആയി വരുന്നു. സ്ട്രോങ് ടീമാണ്. ഇതിനൊക്കെ നിങ്ങൾ ഇവരോട് നന്ദി വേണം കേട്ടോ. ഇവര് കറക്റ്റ് സെലക്ട് ചെയ്ത് തരുന്നുണ്ട് നിങ്ങളുടെ ടീമിലേക്ക്. ഷാനെ. യെസ്. എല്ലാ കാര്യത്തിനും യെസ് പറയും. യെസ് പറയും. അവസാനം ചോദിക്കുകയും ചെയ്യും വൈ. അങ്ങനെ നോക്കണ്ട. ആരായിരിക്കും അല്ലേ? ആരായിരിക്കും? എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. നീ പിടിച്ചേക്കുന്ന ആള് തന്നെയാണ്. നിന്റെ കണ്ണാടി എടുത്ത് മാറ്റി. സഞ്ജയ്. ഷാനിക സൂപ്പർ. എം ജി സർ കഴിഞ്ഞില്ല. തീരുന്നില്ലല്ലോ. അതാ അതൊരു വല്ലാത്ത ക്ലൂ ആയി പോയാണ്. അക്ഷയ് കൊട്ടിപ്പോടാ. ഓക്കെ അടുത്തത് ഷാനിക്കയുടെ ടീമിലേക്ക് ഏത് കണ്ടസ്റ്റന്റ് ആണ് പോകുന്നത് നമുക്കിപ്പോ അറിയാം. യെസ്. യെസ്സാ.
നമുക്കൊക്കെ മനുഷ്യരാശിക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു സംഭവമാണ് അത്. അത് പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് ഈ ഒരു കാലഘട്ടത്തിൽ. ഈ ഒരു കാലത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്നേഹമാണ്. Yes. അപ്പം സ്നേഹ തൊഴുതിട്ട് പോവാ. ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് വരാന്ന്. വെൽക്കം ടു ദ ബാൻഡ്. സർ, ഇനി വെറും 2 കണ്ടസ്റ്റന്റ്സിനെ കൂടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. എന്നിട്ട് അതിൽ 4 ഉണ്ടല്ലോ. രണ്ട്. ഓ ഓക്കെ, യെസ്. മഞ്ചേരിക്ക് ജീവിതത്തില് ഏറ്റവും വലിയ ആഗ്രഹം നേടാനല്ലേ? എല്ലാം നേടണം. നേടണം. ആ, അതിലെന്താണ് ഏറ്റവും കൂടുതൽ നേടേണ്ടത്? കീർത്തി. ജനങ്ങൾ തരുന്ന ഒരു സാധനമാണ്. ഓക്കെ. ശരത് സർ, അമ്മേ ഷാനെ, ഒട്ടും ശക്തിയില്ലാത്ത ഒരു ചെക്കനെ തരാൻ. ഓ ഏ ഓ ഓ ഒരു ട്രംപറ്റ് പോലും നേരെ പിടിക്കാൻ അറിഞ്ഞുകൂടാത്ത അവനെ ഞാൻ നിനക്ക് തരുന്നു. അജൽ. അജൽ. ഓക്കെ. ഓക്കെ. ഇനി നിർണായകമായ 2 പേര്. അതെ, ഇനിയുണ്ടോ? ആ 2 പേരൊന്ന് കൈവക്കിക്കേ. അവർ രണ്ടുപേരും ഫ്രണ്ടിലോട്ട് കേറി ഓ, നിൽക്ക്. 2 girls. ഓക്കെ, അപ്പൊ കാർത്തികേയൻ, രണ്ടുപേരും. ശിവാനി. ശിവാനി, ശിവാനി ആൻഡ് കാർത്തിക. MG സർ. മഞ്ചേരി ചേച്ചിയുടെ ടീമിലേക്ക് കാർത്തിക ആയിരിക്കുമോ ശിവാനി ആയിരിക്കുമോ? ആരായിരിക്കും? ആരാണ് സർ? സർവം ശിവമയ. ശിവാനി മയ. ശിവാനി. സർവ്വ ശിവമയ എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ നമുക്ക് തുറക്കണ്ടല്ലോ. ഇത് തുറക്കണം, എനിക്ക് ജോലി കഴിഞ്ഞു. കാർത്തിക കാർത്തിക. ഷാനിക്കയുടെ ടീമിലേക്ക്. ഇങ്ങോട്ട് പോരെ IPS കാര്യം. വെൽക്കം വെൽക്കം. 8 കണ്ടസ്റ്റന്റ്സ് വെച്ച് 2 ടീമിലേക്കുമായി. ടീം ക്യാപ്റ്റൻസുമായി ഷാനിക്ക, മഞ്ചേരി ചേച്ചി. ഇനി ടീമിനൊരു പേര് വേണ്ടേ? നമ്മൾ ഇവരെ എന്തെന്ന് പറഞ്ഞു വിളിക്കും? ആ ശരിയാ, ഞങ്ങള് തന്നെ ഇട്ടാ മതി ഞങ്ങളുടെ നിങ്ങൾ ഡിസ്കസ് ചെയ്തോ. നിങ്ങൾ ഡിസ്കസ് ചെയ്തോ. നിങ്ങൾ ടീമിന്റെ പേര് ഡിസ്കസ് ചെയ്തോ. ഞാൻ വേണം എന്തെങ്കിലും ഇത് വേണം തരാൻ പറഞ്ഞു. ടീമിന്റെ അലമ്പോട്ടിക്ക പേര് എമ്മിൽ സ്റ്റാർട്ട് ചെയ്യും. അലമ്പൂട്ടിക്ക്. പ്രഖ്യാപിക്കൂ. എന്തായിരുന്നു? യെസ്. അല്ല എന്റെ മനസ്സിൽ രാഗങ്ങളുടെ ഒരു സൗന്ദര്യമാണല്ലോ സംഗീതം, തീർച്ചയായിട്ടും. അല്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ ടീമിന്റെ പേര് മിസ്റ്റിക് രാഗാസ്. ഓക്കെ, അപ്പൊ മഞ്ചേരി ചേച്ചിയുടെ ടീമിന്റെ പേര് മിസ്റ്റേക്ക് രാഗാസ്. ഓക്കെ, സൂപ്പർ. ഇനി നമുക്ക് ഇവരുടെ പേര് കേൾക്കാട്ടോ. ഷാനെ, സംഗീതം എന്ന് പറയുന്നത് മാജിക് ആണ്. ഓക്കെ, സാഗരമാണ്. അതുകൂടാതെ താളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. ഓ അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ടീമിന് പേരിട്ടിരിക്കുകയാണ് മാജിക് ബീറ്റ്സ്. ഓ വണ്ടർഫുൾ. MB. MB. MR and MB. MR and MR-ഉം MD-യും. അങ്ങനെ മഞ്ചേരി ചേച്ചിയുടെ ടീമിന്റെ പേര് മിസ്റ്റിക് രാഗാസ്, ഷാനിക്കിന്റെ ടീമിന്റെ പേര് മാജിക് ബീറ്റ്സ്. ഓക്കെ, So all സൂപ്പർ. the best. സൂപ്പർ സ്റ്റാർ സീനിയറിനെ നമുക്ക് ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട്. അമൃതവേണി ലൈഫ് വിത്ത് സൂപ്പർ സ്റ്റാർ സീനിയർ പവേർഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, UGS ഗോൾഡ് ലോൺ, ഈസ്റ്റേൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സ്പോൺസേഴ്സിന്റെ പേര് പറയുന്നുണ്ട്. ഈ 2 ടീമിനും ഓരോ സ്പോൺസേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ മഞ്ചേരി ചേച്ചിയുടെ ടീം മിസ്റ്റിക് രാഗാസിനെ സ്പോൺസർ ചെയ്യുന്നത് UGS ഗോൾഡ് ലോൺ, അർബൻ ക്രാഫ്റ്റ് സൊസൈറ്റി ഗോൾഡ് ലോൺ. ലോൺ എടുത്തും പാടാം. യെസ്. ഇനി മാജിക് ബീച്ചിന്റെ സ്പോൺസേഴ്സ് ഈസ്റ്റേൺ. സർ, അപ്പൊ അങ്ങനെ കണ്ടസ്റ്റന്റ്സ് ആയി, പേരായി, ടീം ക്യാപ്റ്റൻസ് ആയി, ടീം ലീഡറും കൂടെ ഒന്ന് വേണമല്ലോ. തീർച്ചയായും. ഷാനിക്ക? യെസ്, ഞാൻ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ സഞ്ജയ്. സഞ്ജയ്, Congratulations. എല്ലാവരും നിന്റെ കയ്യില. ടീം ലീഡറിന്റെ ഒരു സ്പിരിറ്റ് കാണിക്കടാ സഞ്ജയ്. നീ എന്തോന്നില്ല ഗുസ്തി പിടിക്കാൻ ഓക്കെ, ചേച്ചി അശ്വൻ. നമ്മൾ ഈ ക്യാപ്റ്റന്മാര് തമ്മിലുള്ള ഒരു ജുഗൽബന്ദി ആയാലും. So we will start the new venture with this song. ആദിന
தோன்ற காலத்தை முத்தோன்றிய முத்தக்குடியாவே யாவே எந்தொன்ற காலத்தை எண்ணிக்கை பார்த்த யாவே யாவே ஆதித்தி சிதற வெள்ளம் நனையாமல் பார்த்த குடி தீ வின்று தீ தின்று தீ காடாய் வாழும் குடி வா இரு தோல் எடுத்து வா திருவாள் எடுத்து வா திருசூல் உரைத்து வா 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 இருதோள் எடுத்து வா குருவாள் எடுத்து வா ஒரு சூடு உரைத்து வா 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 ஆதி நெருப்பே ஆராத நெருப்பே மாய நெருப்பே மலை நெருப்பே வாயு நெருப்பே பாதாள நெருப்பே காம நெருப்பே காடு நெருப்பே ഇടിയിടത്തത് മഴയെടുത്തത് മടിത്തത് പുയലും മലയുടനത് അരയിടുന്നത് ഇഴുന്നത് പ്രളയം കല്ലോടും മുള്ളോടും കാറ്റോടും പോരാടി പല്ലാണ്ട് വാഴും ഇനം ஒரு விழுந்தது வானம் இருந்தது விழுந்தது நதியும் முகில் கரிந்தது நிலம் சரித்தது தெரிந்தது பருவம் அங்கார கூத்தாடி அனலுக்குள் நீராடி மேலேறி வந்த இனம் பனி மலக்களை எதிர வாரணங்கள் அணிதிரல கனி முலக்கவலையும் காலம் சொல்லுதே வெப்பலையில் சொட்டு வந்த வெங்கோரி பாக்கையிலே வெச்சருவ வெல்கம்பு வேகம் கூட்டுதே சொலையருவி பறங்கள் மேலிருக்கும் தீ குருவி குரல் எடுத்து கத்துதமா தெற்கு தசையிலே சன புடிச்ச காட்டு நெறி கொல நடுங்கா ஓடுதமா செவசடுக்கும் பெருநெருப்ப பார்த்த நொடியில வா இரு தோல் எடுத்து வா குருவால் எடுத்து வா திருசூல் உரைத்து வா 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 இருதோள் எடுத்து வா குருவாள் எடுத்து வா ஒரு சூடு உரைத்து வா 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 ஆதி நெருப்பே ஆராத நெருப்பே மாய நெருப்பே மலை நெருப்பே வாயு நெருப்பே பாதாள நெருப்பே காவல் நெருப்பே காட்டு நெருப்பே സൂപ്പർ സൂപ്പർ. അപ്പൊ ശരിക്കും ഇതാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. യെസ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ. അപ്പൊ ഇനി ശരിക്കുള്ള കോമ്പറ്റീഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ വിത്ത് മിസ്റ്റിക് രാഗാസ് ആൻഡ് മാജിക് ബീറ്റ്സ്. യെസ്. അപ്പൊ പ്രേക്ഷകരെ, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ പുതിയ ഫോർമാറ്റ്. നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ സ്പിരിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപ്റ്റൻസ് നിങ്ങൾ റെഡി അല്ലേ? റെഡി. ഇനി ഞാനൊരു കാര്യം പറയാൻ പോകുന്നത്, കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 2 ടീമാക്കി. ഇനി വിജയികൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് നമ്മൾ ഇത്രയും നേരമായിട്ട് പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് അങ്ങോട്ട് നോക്കൂ. എന്താ ഒരു പെട്ടി. ഗിറ്റാർ കിട്ടും. ഓക്കെ, അപ്പോ ഈ ഫോർമാറ്റില്, പുതിയ ഫോർമാറ്റില് ഇനി വിജയിക്കാൻ പോകുന്ന ടീമിന് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ അമൃതവേണി ലൈസ് ക്വിറ്റിന്റെ ഈ പണപ്പെട്ടി. ഈ പണപ്പെട്ടിയുടെ അകത്ത് ശരച്ചാറിന് അറിയാലോ, ഒരുപാട് എന്റെ പണപ്പെട്ടി നഷ്ടപ്പെട്ടു പാറു. സാറിന് വേറെ പെട്ടി തരും സാർ. ശരി, അപ്പോ ഞാൻ ഈ പെട്ടി തുറക്കാൻ പോവാണേ. ഫുൾ ക്യാഷ് ആണ്. ഇത്രയൊന്നും കണ്ടിട്ടേലടാ. ഇത് ജയിക്കുന്ന ടീമിന്. ടീമിനാണോ ഒരു വ്യക്തിക്കാണോ? ടീമിനാണ് ഈ പെട്ടി കിട്ടുക. അപ്പൊ ഈ ഷെഡ്യൂൾ അവസാനിക്കുമ്പോ വിജയിക്കുന്ന ടീമിന് ലഭിക്കുന്നത് അമൃതവേണിയുടെ ഈ പണപ്പെട്ടി. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും ഒരു ടോപ്പറിനൊരു സ്പെഷ്യൽ പ്രൈസ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. കാരണം എല്ലാവരും നമ്മൾ പറഞ്ഞല്ലോ, ഇൻഡിവിജ്വലി ഉള്ള കോമ്പറ്റീഷൻ അതൊരു സൈഡില്, ബാക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ ആക്കിയത്. ആ ഇൻഡിവിജ്വൽ ടോപ്പ് മാർക്ക് നേടുന്ന കണ്ടസ്റ്റന്റിന് നമ്മുടെ ഈ 4 ജഡ്ജസിന്റെ സിഗ്നേച്ചർ ഉള്ള ഈ യുക്കുലേലെ
ഓക്കെ, ഹാപ്പി അല്ലേ? അപ്പോ ഇനി ഇതിനു വേണ്ടിയായിരിക്കണം നിങ്ങളുടെ മത്സരം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ഏതൊക്കെ റൗണ്ട്സ് ആണെന്ന് അറിയണ്ടേ? അറിയണം. ഓക്കെ, അപ്പൊ റൗണ്ട് 1 മൈ മാസ്റ്റേഴ്സ് റൗണ്ട്. അതായത് ഇവർക്ക് തെളിച്ച് പറയാമോ ഫാറൂഖ്? പറയാം സാർ. നമുക്ക് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് അല്ലേ? ഒത്തിരി ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് സംഗീത സംവിധായകന്മാർ. ഇവർക്ക് ഇഷ്ടമുള്ള ഏത് മ്യൂസിക് ഡയറക്ടറിന്റെ സോങ് ആയിരിക്കും ഇവരിവിടെ പാടാം. ഓക്കെ, ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടാവും. അതിൽ അവരുടെ ഫേവറേറ്റ് ഏറ്റവും നല്ല പാട്ട് അവർക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് റൗണ്ട് ഫിൽമി ഡിവോഷണൽ, സിനിമയിൽ വന്നിട്ടുള്ള ഭക്തിഗാനങ്ങൾ. ഓക്കെ, ഇനി തേർഡ് റൗണ്ട് ഫോക്ക് ഡ്യുവറ്റ് റൗണ്ട്. ഇത് നമ്മൾ തകർക്കും. ഓക്കെ, നോൺ ഫിൽമി ആയിട്ടുള്ള ഫോക്ക് സോങ്സ് ആണ്. ഓക്കെ, റെഡി? അപ്പൊ ആ ഡ്യുവറ്റ് വരുമ്പോഴേക്കും ഒരു ആവേശമൊക്കെ ഉണ്ടാവും ഇവിടെ മൊത്തത്തില്. ഓക്കെ, 2 ടീമിൽ നിന്നായിരിക്കും വരാൻ പോകുന്നത്. അടുത്ത ചേഞ്ച്, MD സാറും ശരത് സാറും ആസ് യൂഷ്വൽ എപ്പോഴും കുട്ടികൾ പെർഫോം ചെയ്യുന്നു, അവർക്ക് വേണ്ടി മാർക്ക് ഇടുന്നു. പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു യുദ്ധം തുടങ്ങിയല്ലോ. ഷാനിക്കയുടെ ടീമിൽ നിന്ന് പെർഫോം ചെയ്യാൻ വരുമ്പോൾ ഷാനിക്ക മാർക്ക് ഇടാൻ പാടില്ല, മഞ്ജരി ചേച്ചി ആയിരിക്കും മാർക്ക് ഇടുക. പക്ഷേ മഞ്ജരി ചേച്ചിയുടെ ടീമിൽ നിന്ന് പെർഫോം ചെയ്യാൻ വരുമ്പോൾ ചേച്ചി മാർക്ക് ഇടില്ല, ഷാനിക്ക ആയിരിക്കും മാർക്ക് ഇടുക. ഓക്കെ, ആൻഡ് ആ മാർക്ക് ഹിഡൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് അറിയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. ഓക്കെ, ജഡ്ജസ്, നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പുതിയ ഫോർമാറ്റ് കൊണ്ടുവന്നു. ആ ഫോർമാറ്റിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ചേഞ്ച്. 2 സൈഡിലും മേളിലേക്ക് നോക്കൂ. ഓ, നമ്മൾ സൂപ്പർ ഓർക്കസ്ട്രയെ ഡിവൈഡ് ചെയ്തു. സൂപ്പർ ഓർക്കസ്ട്രനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. രണ്ടാക്കി വെച്ചേക്കുന്നു. അവരിനി എന്ത് ചെയ്യും എന്നറിയില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരൊറ്റ കാര്യം ചെയ്യും, എന്തായാലും മുഖത്തോട് മുഖം നോക്കി ഇരിക്കും. അപ്പൊ എന്തായാലും പുതിയ ഫോർമാറ്റ് തുടങ്ങിയ സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് വേണം. ഓക്കെ, റെഡി? അതെ, അപ്പൊ യുദ്ധം തുടങ്ങാൻ പോകുന്നു. യുദ്ധം തുടങ്ങാൻ പോകുന്നു എന്ന് വരെ നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര ഒഫീഷ്യലി അതിന്റെ ഒരു വിളംബരം, കാഹളം മുഴക്കി. അതെ, യെസ്.